എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സഹകാരി റേസ് പ്ലസിൻ്റെ വൊക്കാബുലറി സീരീസിലേക്ക് സ്വാഗതം. നമുക്ക് ഒരു മുൻകാല ചോദ്യം പരിശോധിക്കാം. ഒറ്റപ്പദം കണ്ടെത്തുക. ന്യായശാസ്ത്രം പഠിച്ചവൻ. തന്നിരിക്കുന്ന ഓപ്ഷനുകൾ നൈദേശികൻ, നൈദാനികൻ, നൈയായികൻ, നൈരയികൻ. ന്യായശാസ്ത്രം പഠിച്ചവൻ എന്നതിൻ്റെ ഒറ്റപ്പദം നൈയായികൻ എന്നതാണ്. നൈയായികൻ, ന്യായശാസ്ത്രം പഠിച്ചവൻ. നമുക്കൊരു നിയമം അറിയാം. ഒരു വാക്ക് ആരംഭിക്കുന്നത് ഈ അല്ലെങ്കിൽ എ തുടങ്ങിയ ശബ്ദത്തിലാണെങ്കിൽ അതിനെ സംബന്ധിക്കുന്ന ഒറ്റപ്പദം ഉണ്ടാക്കാൻ ഐ എന്ന് ചേർക്കണം. വിദേശത്തെ സംബന്ധിക്കുന്നത് വൈദേശികം, നീതിയെ സംബന്ധിക്കുന്നത് നൈതികം, വിവാഹത്തെ സംബന്ധിക്കുന്നത് വൈവാഹികം, പിശാചിനെ സംബന്ധിക്കുന്നത് പൈശാചികം, വീരത്തെ സംബന്ധിക്കുന്നത് വൈര്യം, ധീരനെ സംബന്ധിക്കുന്നത് ധൈര്യം. അപ്പോൾ ന്യായശാസ്ത്രം പഠിച്ചവനാണ് നൈയായികൻ. നൈയായികൻ. നോക്കൂ, മറ്റു ചില ഒറ്റപ്പദങ്ങൾ. വ്യാകരണം പഠിച്ചവനാണ് വൈയാകരണൻ. വ്യാകരണം പഠിച്ചവൻ വൈയാകരണൻ. ന്യായം പഠിച്ചവൻ നൈയായികൻ. മീമാംസ പഠിച്ചവൻ മീമാംസകൻ. വേദാന്തം പഠിച്ചവൻ വൈദാന്തികൻ. തർക്കശാസ്ത്രം പഠിച്ചവൻ താർക്കികൻ. ഒന്നുകൂടി, വ്യാകരണം പഠിച്ചവൻ വൈയാകരണൻ, ന്യായം പഠിച്ചവൻ നൈയായികൻ, മീമാംസ പഠിച്ചവൻ മീമാംസകൻ, വേദാന്തം പഠിച്ചവൻ വൈദാന്തികൻ, തർക്കശാസ്ത്രം പഠിച്ചവൻ താർക്കികൻ, വേദം പഠിച്ചവൻ വൈദികൻ, നീതിബോധമുള്ളവൻ നൈതികൻ. ഇതാണ് നമ്മുടെ ഒറ്റപ്പദങ്ങളുമായി ബന്ധപ്പെട്ടത്. മറ്റു ചില ഒറ്റപ്പദങ്ങൾ നോക്കൂ. ജ്യോതിഷം അറിയുന്നവനാണ് ജ്യോത്സ്യൻ. ഗണിതം അറിയുന്നവൻ ഗണിതജ്ഞൻ. ഗണിതത്തിൽ ജ്ഞാനമുള്ളവൻ ഗണിതജ്ഞൻ. പുരാണം പറയുന്നവൻ പൗരാണികൻ. ചരിത്രം എഴുതുന്നവൻ ചരിത്രകാരൻ. പുരാണവുമായി ബന്ധപ്പെട്ടത് പൗരാണികം. പുരാണം അറിയുന്നവൻ അല്ലെങ്കിൽ പുരാണം പറയുന്നവനാണ് പൗരാണികൻ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നും കുറച്ചേറെ ഒറ്റപ്പദങ്ങൾ ചർച്ച ചെയ്തു. ഇത്തരം ചോദ്യങ്ങളുമായി നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. കാത്തിരിക്കുക, കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക.